വെൽക്കം ബാക്ക് സ്മിയാൻഷു. അപ്പോൾ നമ്മളെ കിടിലൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എനിക്കൊരു വീഡിയോയിൽ പറയാനില്ലെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്. അപ്പം അതിന് മുന്നേ നമുക്ക് സാധനം വെക്കാണ്ട് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ പോകണം നമ്മളെ സെഡോണാണ്. അപ്പോൾ സെഡോണിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗൈസ്. അപ്പം BS4 ആണ്. BS4 ഒക്കെ ഓടിച്ച് കാലം മറന്നു ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി ഓടിച്ചിട്ട്. അപ്പോൾ നമ്മളേതായാലും BS4 എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ് ഗൈസ്. അപ്പോൾ വർക്കാണ്. പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാട്ടോ ഗൈസ്. നമ്മൾ ഏതാണ്ട് ലൊക്കേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാലാണ് സംഭവം വരുന്നത് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഷട്ടിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ വണ്ടി BS4 ആണ്. നമ്മൾ അസ്ത്രമല്ല ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേഗം വിറ്റാണ്ട് വാങ്ങിക്കാൻ. അപ്പോൾ അത് നമ്മൾ തിരിച്ചന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം ഒരു അപ്ഡേഷൻ വരുത്താൻ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ബൈക്കിൽ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായി ഇവിടേക്ക് വണ്ടി കയറ്റിയാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ന് കുറച്ച് നല്ല ഫുഡ് ഉണ്ടാവുന്നു. പക്ഷെ നമ്മളാകെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വരികയല്ലേ ഗൈസ്, അതിൻ്റെ ആൾക്കാരെ കുട്ടിയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നല്ല ചളീൻ്റെ വണ്ടിയിൽ ഒന്ന് റെഡിയാക്കണം. ഏതായാലും നമുക്ക് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടിട്ട് ഇനി നമുക്ക് പോയി വണ്ടി എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഡ്രോൺ ഷോട്ടൊക്കെ ആയിരുന്നു ഗൈസ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം. പിന്നെ നേരെ പോകാം. നമ്മൾ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കയറേണ്ടി ഗൈസ്. അപ്പോൾ അത് നോക്കി മെല്ലെ പോകാമോ. കുറച്ച് മുകളോട്ടാണ് തോന്നുന്നുണ്ട് ഗൈസ്, അതവരോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കയറുക ഗൈസ്. കിടന്ന ഷെഡില്ല ഗൈസ്. നമുക്ക് ഇങ്ങനത്തെ ഷെഡ് മേടിച്ചാലോ എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട് ഗൈസ്. ഇതങ്ങോട്ട് മേടിച്ചാലോ എന്നുണ്ട്. അപ്പോൾ ഏതായാലും ചെറുക്കനെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കാം. ഇവിടെ ഏതോ പൊളിഞ്ഞ ബസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബസ്സായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മളെ ചെക്കന്മാരെല്ലാവരും കൂടി. പിന്നെ അവർ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു അപ്ഡേഷൻ വരുത്തി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വണ്ടിയിൽ ലിപ്പ് അവർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. കാരണം നമുക്ക് ലിപ്പ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ നമ്മളെ വണ്ടി ചെറിയ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ചളീൻ്റെ കേസൊക്കെ നമ്മളെ ചെക്കൻ കേൾക്കിക്കോളും. അപ്പോൾ നമ്മളെ ചെക്കൻ ചെറിയ ടെസ്റ്റ് ഡ്രൈവിന് പോയാണ് ഇപ്പോൾ വരും. ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി നേരെ മുന്നേ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുക്കാം. പിൻറ്റീറാണ് ഗൈസ്. അപ്പോൾ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട് ഗൈസ്, അവർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് തിരിച്ച് നേരെ പോകാണ്ട് ഗൈസ്. ഈ വണ്ടി ട്രിപ്പ് ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. കിട്ടില്ല ഗൈസ്, കിട്ടില്ല സ്കില്ല ഗൈസ്. ഏതായാലും നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കാതെ മെല്ലെ വണ്ടി എടുത്ത് പോകാം ഗൈസ്. അപ്പോൾ ഏതായാലും 2 ചൈനീസ് ലാമ്പ് എത്തിയിട്ടുണ്ട്. നമ്മളെ ബീസ്റ്റ് കൂടി കൂട്ടിയപ്പോൾ 2 വണ്ടികളായിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി എടുത്ത് നേരെ പോകും. നല്ല സ്പീഡാണ് കേട്ടോ ഗൈസ് വണ്ടിക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് ട്രിപ്പിനാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഇരിക്കുകയാണ് ഗൈസ്. അപ്പം സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ വണ്ടി നമ്മളെ മറ്റേ വണ്ടി ചെറിയ ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു വണ്ടി എടുക്കാൻ. അപ്പോൾ ചെറിയ ട്രിപ്പാണ്. അപ്പം BS4 മതി. അപ്പോൾ ലോങ് അല്ല എന്നാണ് പറഞ്ഞത്. അവല്ല പിന്നെ ചെറിയ ആൾക്കാരേ ഉള്ളൂ. അപ്പം പക്ഷെ വൈബ് ടീംസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലും ബസ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരെ ഇഷ്ടപ്പെട്ട ഒരു ബസ്സാണ് ഗൈസ് ഒരു മാഫിയ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് സെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് കുറേ വട്ടം പറഞ്ഞൊരു വണ്ടി ആൾക്കാരുമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ ടീം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ച് ലോണൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ അതല്ല ഗൈസ്, ഇതെന്താണ് അട്ടത്ത് കയറിയിരിക്കുന്നു. യെസ്, ഇത് കണ്ട് ഗൈസ്, അവനെ അട്ടത്ത് കയറിയിരിക്കുന്നു. എന്തുട്ടത് വല്ലാത്തൊരു ജാതി. ഇത് പറഞ്ഞ പോലെ അട്ടത്ത് കയറിയിരിക്കുന്നു അത് ഒരുത്തനി. അപ്പോൾ നമുക്കൊന്ന് നോക്കാൻ മൈൻഡ് ചെയ്യേണ്ട സമയമില്ല ഗൈസ്. അപ്പോൾ അത് വേഗം വിടുക. എന്നിട്ട് നേരെ നമുക്ക് ട്രിപ്പ് അങ്ങോട്ട് എടുക്കുക. നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വണ്ടീനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമ്മളെ ചെറുക്കന്മാർക്ക് വൈബാക്കിയത് നിർത്തി കൊടുക്കണം. പിന്നെ പറയല്ലെന്ന് വെച്ചാൽ ഒക്കെ വണ്ടി ഭ്രാന്തന്മാരാണ് ഗൈസ്. വണ്ടി ഭ്രാന്തം പറഞ്ഞാൽ വണ്ടി ഭ്രാന്തം എന്ന് പറയല്ലോ ഗൈസ്.
എല്ലാവരും സെറ്റാണ്. ചെറിയ കോളേജ് ട്രിപ്പാണ് ഗൈസ്. അപ്പം ചെറിയൊരു നോക്കാനുള്ള ട്രിപ്പാണെന്നാണ് അവർ പറഞ്ഞത്. എന്തോ ഫാക്ടറി തോന്നുന്നുണ്ട് ഗൈസ്. പി ടി ഫാക്ടറി എൻ്റെ പോലെ. അപ്പോൾ അവിടെ നിന്ന് തൊഴിലാളികൾക്ക് വെച്ച് ട്രിപ്പ് പോവാണ്. അപ്പോൾ ബോയ്സൊക്കെ ഉണ്ട്, ഫുൾ വണ്ടി ഭ്രാന്ത് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടിപൊളി സംഭവങ്ങളാണെന്നാണ് പറഞ്ഞത്. ലൈക്ക് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറുക്കന്മാരെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ വലുതാക്കിയാണ് നമ്മൾ കാണുന്നില്ല ഗൈസ്. അപ്പോൾ അതുപോലെ നിങ്ങൾ കാണണമെന്നാണ് നമ്മളുടെ അഭിപ്രായം ഗൈസ്. അപ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു വണ്ടീൻ്റെ അവിടെ ഇഷ്ടമുള്ള ടീംസിനോട് ഇങ്ങനെ ഒരു വണ്ടി എടുത്ത് ട്രിപ്പ് പോകാനുള്ളൊരു ആകാംക്ഷ വരുത്തി ഉണ്ടാക്കിയതിന് സന്തോഷമുണ്ട് ഗൈസ്. കാരണം ഇവരെ നമ്മളോട് വിളിച്ച് പറഞ്ഞ് ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ കഴിയുമോ, ഏതായാലും മാഫിയ അത് വിറ്റാണ്ട് ഈ ഒരു വണ്ടി തന്നെ മതി, ഒരു വണ്ടിക്ക് അടിപൊളി വണ്ടിയാന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ പറഞ്ഞ് ഇറക്കിയാണ് ഗൈസ്. നമ്മളതിന് അതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് എനിക്ക് പറയാറ് ഗൈസ്. ഏതായാലും നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് വണ്ടിയിൽ നിർത്തേണ്ടതെന്നാണ് അവർ പറയുന്നത് ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ നമുക്ക് ഓരോ വൈപ്പിന് നമ്മളെ വിട്ടുകൊടുക്കുകയാണ് ഗൈസ്. നമ്മളെ നോൺ ബി സി വരുന്ന ലുക്കാണ് നമ്മൾ നോക്കുന്നത് ഗൈസ്. ഒരു വെറൈറ്റിക്ക് അടിപൊളിയാണ് ഗൈസ്. ഇപ്പോൾ BMR എടുക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി BMR എടുക്കണം വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത് പോയ BMR തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടിയുടെ അഡീഷണൽ ലുക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് ഗൈസ്. എങ്ങനെ ഉണ്ട് മക്കളെ, പൊളിയല്ലേ എൻ്റെ മോനെ. ഈ ഒരു വണ്ടിക്ക് വിറ്റ് പോകുമ്പോൾ വല്ലാത്ത സങ്കടം എനിക്ക് ഗൈസ്. ഏതായാലും ഇപ്പം സങ്കടം പോയിട്ടുണ്ട്. കാരണം ഓരോ വണ്ടി എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമായി വരുത്തി ഗൈസ്. അപ്പം അത് നമുക്കും എല്ലാവരും ഇറങ്ങാം. അപ്പോൾ ഇത് ഇവിടെ എന്താണ് ഇവർ പരിപാടി എന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അറിയണം. അപ്പോൾ വണ്ടീൻ്റെ വർക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വണ്ടിയുടെ വർക്ക്. സെറ്റപ്പ് അല്ല ഗൈസ്, കിടിലല്ലേ. ഇനി നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അപ്പം ഇത് കിടില ഇൻറ്റീരിയർ ആണല്ലേ ഗൈസ്. രാത്രി നൈറ്റിൽ ഒരു അവസരറ്റാണ് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ നൈസായിട്ട് കാണിച്ചു തരാമെന്ന് തീരുമാനിച്ചാണ് ഗൈസ് ഇത് ഇൻറ്റീരിയർ. അപ്പം നമുക്ക് നേരെ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ നേരെ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് എടുക്കണം. അപ്പം ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളെ ലയൺ കിങ് ആണ് ഇതിനൊക്കെ കാരണം. അപ്പം ഇനിയൊരു കാര്യം എനിക്ക് പറയാനില്ലെന്ന് ചോദിച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ പറയാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ, ക്യാബിനൊക്കെ ഇതാണ് കേട്ടോ ഗൈസ്. അപ്പം ചെറിയവർക്കൊക്കെ ക്യാബിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ഈ സംഭവം വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ള ചോദിച്ചാൽ ഒരു ചേസ് നമ്മൾ ഇറക്കാൻ പോകുന്നുണ്ട്. ഒരു ലൈലാൻഡ് ചേസ് ഒരു കിടില ലൈലാൻഡ് ചേസ് നമ്മൾ ഇറക്കാൻ പോവാണ് വിത്ത് ലയൺ കിങ്ങിൻ്റെ ചേസ് ആയിക്കോട്ടെ ഗൈസ്. അവർ പണിതിറക്കുന്ന ചേസാണ് ഞാൻ ഇറക്കുന്നത്. അപ്പോൾ അത് ലോഡിങ്ങിലാണ്. അത് ഇറക്കുന്ന അന്ന് നമ്മൾ ആ ചേസ് ആയിട്ട് ഇറക്കും. പിന്നെ ഒരു അഡാറായിട്ട് പോളി സാധനമായിരിക്കും. അപ്പോൾ അത് അസ്ത്രയിൽ ഇറക്കണോ Z1 ഇറക്കണോ എന്നുള്ളത് ഞാൻ ഈ ചോയ്സ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി അസ്ത്രയാണോ Z1 ആണോ എന്ന്. അപ്പം ഇതൊക്കെയാണ്. ക്യാബിൽ വോക്കൽ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, എക്സ്പ്ലോഡ് കിട്ടുന്ന സ്പീക്കറൊക്കെ അല്ലേ ഗൈസ്. അപ്പം ഇവിടെ സ്പീക്കർ ഉണ്ട്. ലാസ്റ്റ് ഈ ഭാഗത്ത് സ്പീക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങിയേക്കാം. അതൊക്കെയാണ് വണ്ടിയുടെ ഈ വർക്കൊക്കെ എന്ന് പറയാമല്ലോ. അപ്പോൾ നേരെ ഇനി നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വലിയ എഗ്ഗാണ് ഇവിടെ കാണാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ ചെൻഡ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാൻ